ശ്രീ S.T. വേണുകുമാർ, ഇപ്പം മലയാളികൾക്ക് പ്രായഭേദമന്യേ സുകുമാരക്കുറുപ്പിന് ഒരുപക്ഷെ അറിയുന്നുണ്ടാകും. അത് പിടികിട്ടാ പുള്ളിയായ സുകുമാരക്കുറുപ്പ്, ഇന്റർപോളിന് പോലും കിട്ടാത്ത സുകുമാരക്കുറുപ്പ് എന്നൊക്കെയാണ്. താങ്കൾ കുറേ കാലം സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് പിന്നാലെ ഓടിയൊരു വ്യക്തി കൂടിയാണ്. എനിക്ക് ഇപ്പം സുകുമാരക്കുറുപ്പിന്റെ അന്നത്തെ കാലത്ത് അവിടെ നിർമ്മിച്ചുകൊണ്ടിരുന്ന വീടുണ്ട്. അക്കാലത്ത് അതുപോലൊരു വീടൊക്കെ നിർമ്മിക്കണമെങ്കിൽ ആ രീതിയിൽ പണം വേണം. കേട്ടിട്ടുണ്ട് ഭാര്യയ്ക്കും സുകുമാരക്കുറുപ്പിനും കൂടി ആ കാലത്ത് 1,00,000-ലധികം ശമ്പളം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊക്കെ വേണ്ടി എന്തും ചെയ്യുന്ന, എന്ത് സമ്മാനവും നൽകുന്ന കുറുപ്പിനെ കുറിച്ച് ആ സുഹൃത്ത് വലയം, ആ ബന്ധുക്കൾ, അതൊക്കെ പിന്നീട് നോക്കൂ, ആദ്യം കുറുപ്പ് കൊലപാതക കേസാണ്, പിന്നീട് ചാക്കോ കൊലപാതക കേസായി മാറിയത്. എങ്ങനെയായിരുന്നു ആ സമയത്തെ റിപ്പോർട്ടിംഗ്? ഇത് സംഭവം നടക്കുന്ന 1984 ജനുവരി 21 രാത്രിയിലാണല്ലോ. അപ്പം 22 എന്ന് പറയുന്നത് ഞായറാഴ്ചയായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ഞായറാഴ്ച സാധാരണഗതിയിൽ ഞാനന്ന് തിരുവല്ല ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ തിരുവല്ലയിൽ ഓഫീസിലേക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷമേ സാധാരണ പോകാറുള്ളൂ. അപ്പം അങ്ങനെ രാവിലെ ഒരു 8-9 മണിയോടുകൂടിയാണ് ഇങ്ങനെ അറിയുന്നത്, ഇങ്ങനെ ഒരു കാർ കത്തി അതിൽ ചെറിയനാട് ഭാഗത്ത് ഒരു ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഗൾഫ് മലയാളിയാണ് മരിച്ചതെന്നുള്ള വിവരങ്ങളൊക്കെ കിട്ടി. അപ്പം ഞാൻ നേരെ അന്ന് നമ്മുടെ പത്തനംതിട്ട ജില്ലാ ലേഖകൻ്റെ കീഴിലാണ് ഞാൻ, അദ്ദേഹം K. പത്മകുമാർ, അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം അറിയിച്ചപ്പം പറഞ്ഞു വിവരം അറിഞ്ഞിട്ടുണ്ട്, ആലപ്പുഴ ഓഫീസിൽ നിന്നും അവിടെ ആളെത്തുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽപ്പെട്ട സ്ഥലമാണല്ലോ, അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നും അവിടെ എത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തിരുവല്ല ഓഫീസ് അന്ന് സെൻട്രൽ ട്രാവറിലുള്ള എല്ലാ വാർത്തകളും കവർ ചെയ്യുന്ന സമയമാണ്. അപ്പം ആ ആദ്യത്തെ വാർത്ത അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് 26-നാണെന്നാണ് എൻ്റെ ഓർമ്മ, ജനുവരി 26, തിരുവല്ലയിലെ അന്നത്തെ SI ഒരു ക്രിസ്റ്റി ബാസ്റ്റനാണ്. അപ്പോൾ അദ്ദേഹം കാണണം അത്യാവശ്യമായിട്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന വീട്ടിൽ കാണാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കെ വളരെ സുപ്രധാനമായ ഒരു വിവരമുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച പോലെ സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ ഗൾഫ് മലയാളി അല്ല മരിച്ചിരിക്കുന്നത് മറ്റൊരാളാണ്, ചാക്കോ എന്ന് പറഞ്ഞ ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ഒരാളാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കഥയ്ക്ക് വലിയൊരു വഴിത്തിരിവ് വന്നിട്ടുണ്ട്, ആ കഥയിൽ വലിയ മാറ്റം വരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ വാർത്ത അന്ന് അത് റിപ്പോർട്ട് ചെയ്യുന്ന ഞാനാണ്, മരിച്ചത് കുറുപ്പല്ല ചാക്കോയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത. പിന്നീട് ഇപ്പോൾ സുകുമാരക്കുറുപ്പിൻ്റെ കാര്യത്തെപ്പറ്റി ശ്രീമാൻ ജോർജ് ജോസഫ് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, എന്ത് കാര്യങ്ങളും സുകുമാരക്കുറുപ്പിൻ്റെ പേരിൽ ഇപ്പോഴും ചിലവാകുമെന്ന് പറഞ്ഞില്ലേ, അന്നും അങ്ങനെയായിരുന്നു. ഇത് കഥകൾ പോലെ മാവേലിക്കരയിൽ ക്യാമ്പ് ചെയ്തിട്ട് ഈ സുകുമാരക്കുറുപ്പിൻ്റെ മരണം വളരെ അപസർപ്പക നോവലിൻ്റെ രീതിയിൽ കഥകൾ മെനയുന്ന ഒരവസ്ഥയിലായിരുന്നു. അന്ന് ചാനലുകളില്ല, പത്രങ്ങളാണ്. ആ രീതിയിൽ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ചാക്കോയുടെ ഡെഡ് ബോഡി സുകുമാരക്കുറുപ്പിൻ്റെ മൃതദേഹമാണെന്നുള്ള നിലയ്ക്ക് ചെറിയനാട്ട് കുറുപ്പിൻ്റെ വീട്ടിൽ സംസ്കരിച്ചിരുന്ന മൃതദേഹം പുറത്തെടുക്കാനായിട്ട് പോയ ദിവസമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ മറ്റ് തുടർ ദിവസങ്ങളിലേക്ക് അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത്, കേൾക്കുന്നത് പല പല കഥകളാണ്. അതിൽ ഈ കുറുപ്പ് രക്ഷപ്പെടാനായിട്ട് അന്ന് പോലീസിൽ നിന്ന് തന്നെ ചില ഒത്താശകൾ ഉണ്ടായി. ഇപ്പം നേരത്തെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ നേപ്പാൾ പറഞ്ഞു, അതുപോലെ നേപ്പാൾ തന്നെയല്ല ഭൂട്ടാൻ എന്നൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി എടുത്തു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. പിന്നീട് ഇങ്ങോട്ട് വന്ന ഇപ്പോൾ ഈ സുകുമാരക്കുറുപ്പിനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞ് പലരും അവകാശപ്പെടുന്ന പോലെ തന്നെ ധാരാളം ഇത്തരം അവകാശവാദങ്ങളുമായിട്ട് ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നു, ധാരാളം പേര്. അപ്പോൾ അതിൽ വളരെ വിശ്വസനീയമായി തോന്നി പിന്നാലെ പോയ ഒരു കഥയുണ്ട്. അത് എനിക്ക് തോന്നുന്ന ഒരു 87-ലോ 88-ലോ മറ്റോ ആണ്. ആറന്മുള പോലീസ് സുകുമാരക്കുറുപ്പിനെ പിടിച്ചിരിക്കുന്നു. മാലക്കര സെയിൻറ്റ് തോമസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ കുറുപ്പ് ഒരു ബന്ധുവിൻ്റെ അടുത്തിരിക്കുമ്പോൾ അവിടെ നിന്ന് വന്ന് പോലീസ് അറസ്റ്റ് ചെയ്യായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ വിവരം അറിഞ്ഞ് പെട്ടെന്ന് ഈ മാലക്കര സെയിൻറ്റ് തോമസ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സംഭവം ശരിയാണ്, അവിടെ നാളെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ കുതിച്ച് ഈ സെയിൻറ്റ് തോമസ് ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ആദ്യം ആളെ സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞല്ലോ. അപ്പം ഇത് ആരാണ് പിടിച്ചത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഒരു നേഴ്സാണ്. അപ്പോൾ അവർ പറഞ്ഞു ആ ആഴ്ച വന്നിരുന്ന ഒരു ആഴ്ചപ്പതിപ്പിൽ ഇദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള മുഖചിത്രങ്ങളുണ്ടായിരുന്നു. അപ്പം സുകുമാരക്കുറുപ്പിനെ പറ്റി എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നവർ ഈ നമ്പറിൽ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവരങ്ങളും മറ്റും കിടക്കുന്നത് കണ്ടു. അപ്പോൾ അവർ അവരുടെ നഴ്സസ് ഡ്യൂട്ടി റൂമിലിരുന്ന് ഈ ചിത്രങ്ങളെല്ലാം നോക്കി. അപ്പം മുറിയിൽ വന്നിരിക്കുന്ന ആളെ നോക്കി കഴിഞ്ഞപ്പോൾ
ഒരു സാദൃശ്യം. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇത് സുകുമാരക്കുറുപ്പിൻ്റെ ഏതോ ബന്ധുവാണ് ആ മുറിയിൽ അഡ്മിറ്റ് ആയിട്ടിരിക്കുന്ന ആള് എന്നിവിടെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് സംശയം വർദ്ധിച്ചു. ഇവർ കൂട്ടുകാരികളോട് പറഞ്ഞു. അപ്പം മറ്റാളുകളും എല്ലാം ഒളിഞ്ഞു നോക്കാൻ തുടങ്ങിയപ്പം ഇയാൾക്ക് സംശയമായി. അയാളെ അപ്പം ഒരു പരിഭ്രാന്തി കാണിച്ചു. ഇവിടെ ഒരു ഉടൻ തന്നെ പോലീസിനെ വിളിച്ചറിയിച്ചു. പോലീസ് വന്ന് പൊക്കിക്കൊണ്ട് പോയി. അങ്ങനെയാണ് സംഭവം. അപ്പം ഞങ്ങൾ ഇതിൻ്റെ സ്റ്റോറിയെല്ലാം എടുത്തു. ഈ കണ്ടെത്തിയ ആൾ ഇന്ന ആൾ എന്നുള്ള വിവരമൊക്കെ എടുത്തിട്ട് ആറന്മുള പോലീസുമായിട്ട് ബന്ധപ്പെട്ടവൻ പറഞ്ഞു ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് സമയം കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ നേരം വൈകി കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് സുകുമാരക്കുറുപ്പല്ല മറ്റൊരാളാണെന്ന് തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഏറ്റവും അവസാനം ഇന്നലെ എനിക്ക് റഷ്യയിൽ നിന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു പടവും ഇതെല്ലാം കൂടെ ഫേസ്ബുക്കിൽ അയച്ചു. അപ്പോൾ ഒരു മലയാളിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയം തിരുവനന്തപുരത്ത് ഒരു രത്നവ്യാപാരി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടു. അപ്പം അദ്ദേഹം ഒരു ക്ഷത്രിയൻ്റെ പേരുപയോഗിച്ചാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം വിവാഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്ന ആൾ അവർക്ക് രണ്ടാമത്തെ വിവാഹമാണെന്ന് പറയുന്നു. തിരുവനന്തപുരത്തുള്ള സെക്രട്ടറിയേറ്റിൽ ഉയർന്ന ഉദ്യോഗസ്ഥയായിരുന്നു. അവർക്ക് പോലും അദ്ദേഹത്തിൻ്റെ വേറെബോർഡ്സ് അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹം മാവേലിക്കര ഒരു കൊട്ടാരത്തിലെ ആളാണെന്നാണ്. പിന്നീട് അന്വേഷണം നടത്തിയപ്പോൾ ഈ മാവേലിക്കര കൊട്ടാരവുമായിട്ട് ഇദ്ദേഹത്തിനൊരു ബന്ധമില്ല, അല്ലെ അവിടെ അങ്ങനെ ഒരു കൊട്ടാരമോ ഇയാൾ പറയുന്ന വിലാസങ്ങളോ ഒന്നുമില്ല എന്നവരറിഞ്ഞു. പിന്നീട് ഇയാൾ ആദ്യം വിവാഹം കഴിച്ചിരുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ടു. അവർ കോയമ്പത്തൂർ മറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഇയാളെ പറ്റിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളുടെ മുഖം വെച്ചിട്ട് എൻ്റെ സുഹൃത്ത് പറയുന്നത് AI ടൂൾ ഉപയോഗിച്ച് ഈ മുഖ സാദൃശ്യം പരിശോധിച്ചപ്പോൾ 47% സാദൃശ്യമുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇട്ട് തന്നത് ഇന്നലെ. ഇടാൻ കാര്യം ഞാൻ ഈ അന്നത്തെ കാലത്തെ ഈ മാവേലിക്കര സെഷൻസിൽ നടന്ന ട്രയലിനെ പറ്റി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് കണ്ടിട്ട് അദ്ദേഹം എനിക്ക് പെട്ടെന്ന് ഇട്ട് തന്നതാണ്. എനിക്കിങ്ങനെ സംശയം തോന്നുന്നു, എൻ്റെ കുറച്ച് നാളായിട്ടുള്ള സംശയമാണെന്ന് പറഞ്ഞു. അപ്പം ശ്രീമാൻ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ സുകുമാരക്കുറുപ്പിനെ പറ്റിയുള്ള ഏത് കഥകളും എന്നും ചിലവാകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പം ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചിലവാകും. ഇതേപോലെ തന്നെ എൻ്റെ അടുക്കൽ വേറെ പോലീസിൽ നിന്നുള്ള ആളുകൾ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇദ്ദേഹം ഗൾഫിലുണ്ട്, ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും, ആ രീതിയിലൊരു വാർത്ത കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം നടത്തി അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു ബലമായ സംശയം ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ട് ശ്രീമാൻ ജോർജ് ജോസഫ് പറഞ്ഞത് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു രീതിയിലേക്ക് ഇദ്ദേഹം പോയി കാണാനുള്ള സാധ്യത കാണുന്നില്ല. മറ്റുള്ള ഈ സംശയങ്ങൾ ശരിയാണ്, പലരും കണ്ടപ്പോൾ ഇങ്ങനെ പല രീതിയിൽ പെരുമാറി, പല ഭാഷ സംസാരിച്ചു എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ പോലീസിൻ്റെ ഭാഗത്ത് ഞാൻ കാണുന്ന ഒരു പോരായ്മ എന്ന് എനിക്ക് തോന്നുന്നത്, ഇദ്ദേഹം മരിച്ചു എന്ന് അവിടെ ഒരു വിവരം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഡെഡ് ബോഡി ഇവിടെ എത്തിക്കാൻ ഒരു ക്രമീകരണം ചെയ്തിരുന്നെങ്കിൽ ഈ ആശയക്കുഴപ്പങ്ങൾക്ക് നമുക്ക് ഒരു പരിഹാരമാകുമായിരുന്നു. കാരണം അവർ DNA ടെസ്റ്റും ഒക്കെ നടത്തി നമുക്ക് അത് സ്ഥിരീകരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും പിടികിട്ടാപ്പുള്ളി എന്നുള്ള നിലയിലാണ് സുകുമാരക്കുറുപ്പിന്റെ അവസ്ഥ.